പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ചർച്ചയിലായിരുന്നു. പുതിയ നിക്ഷേപകരെ ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത സീസണിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കുമായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള വാർത്ത അനുസരിച്ച് മാഗ്നസ് സ്പോർട്സും അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഹൈദരാബാദിൽ വെച്ച് ഒരു എഗ്രിമെന്റിലെത്താൻ മാഗ്നസ് സ്പോർട്സിനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർക്കും സാധിച്ചിട്ടുണ്ട്. ഇതോടെ മാഗ്നസ് സ്പോർട്സ് പുറത്തായിട്ടുണ്ട്. പേയ്മെന്റ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ വരുന്ന 4 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായേക്കും. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ക്ലബിനോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് അഭിക് ചാറ്റർജി ആയിരിക്കും. ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപാട് റൂമറുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരുടെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയതിനുള്ള ഫലം ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ ഉടമകളായിരിക്കും. മാഗ്നസ് സ്പോർട്സ് ക്ലബിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ISL ക്ലബ്ബായിട്ടുള്ള ജംഷഡ്പൂർ FC ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മാർക്കസ് മെർഗ്ലാവും നിലവിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജംഷഡ്പൂർ FC ISLൽ തുറന്നേക്കില്ല എന്നാണ് മാർക്കസ് മെർഗ്ലാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ISL കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഫീയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ജംഷഡ്പൂർ FC അടച്ചിട്ടുണ്ടായിരുന്നില്ല. ജംഷഡ്പൂർ FC ഇതുവരെ പേയ്മെന്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ജൂലൈ 31, അതായത് ഇന്നായിരുന്നു ആ ഒരു പേയ്മെന്റ് അടയ്ക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ ജംഷഡ്പൂർ FC അടുത്ത സീസണിൽ കളിച്ചേക്കില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജംഷഡ്പൂർ FC തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടി പുറത്തുവിട്ടു. എന്തായാലും അടുത്ത സീസണിൽ ജംഷഡ്പൂർ FC കളിച്ചേക്കില്ല എന്നുള്ള കാര്യം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.